എല്ലാ അഭിഷിക്തന്മാർക്കും അഭ്യുദയകാംക്ഷികൾക്കും സ്നേഹത്തോടെ വന്ദനം ചൊല്ലുന്നു. ഉത്തരവാദിത്വപ്പെട്ട ഒരു ശുശ്രൂഷയാണ് ചെയ്യുന്നത് എന്നുള്ളതിനാൽ അതിവേഗം വചനത്തിലേക്ക് പ്രവേശിക്കുന്നു. 1 കൊരിന്ത്യർ 10-ാം അധ്യായം 1-2 വാക്യങ്ങൾ. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിൻ കീഴിലായിരുന്നു. എല്ലാവരും സമുദ്രത്തൂടെ കടന്ന് എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. എല്ലാവരും ഒരേ ആത്മീക ആഹാരം തിന്നു. എല്ലാവരും ഒരേ ആത്മീക പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. ആമേൻ. കർത്താവേ, ഞങ്ങളോട് സംസാരിക്കണമേ. അവിടുത്തെ ശബ്ദം കേട്ട് അവിടുത്തെ വചനത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപ പകരണമേ. ദൈവജനത്തെ സ്പർശിക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഇവിടെ 2 സ്നാനം നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. ഒന്ന് മേഘത്തിലെ സ്നാനം, 2 സമുദ്രത്തിലെ സ്നാനം. ഇത് എന്താണെന്ന് ദൈവമക്കൾക്ക് അറിവുണ്ടെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഒരെണ്ണം ജലസ്നാനവും ഒരെണ്ണം ആത്മസ്നാനവുമാണ്. ഓക്കെ, അത്രയും ഒന്ന് മനസ്സിൽ കരുതി വെച്ച് നമുക്ക് മുമ്പോട്ടൊന്നുകൂടെ കയറി ചിന്തിക്കാനുണ്ട്. 1-ാം വാക്യത്തിലേക്ക് ഒരിക്കൽ കൂടെ ശ്രദ്ധിക്കുക. 1-ാം വാക്യം ഒന്നുകൂടി ഒന്ന് വായിച്ചേര്. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിൻ കീഴിലായിരുന്നു. മതി. ഒരു വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കിയോ? എന്താണ് വ്യത്യാസം? നമ്മുടെ പിതാക്കന്മാരെല്ലാവരും സമുദ്രത്തിലായിരുന്നു എന്ന വാക്യമുണ്ടോ? ഇല്ല. മേഘത്തിലായിരുന്നു എന്ന വാക്യമുണ്ട്. അപ്പൊ ജലസ്നാനവും ആത്മസ്നാനവുമായിട്ടുള്ള വ്യത്യാസം മനസ്സിലായോ? ജലസ്നാനം ആയുസിൽ ഒറ്റ പ്രാവശ്യം മാത്രം. 15 മിനിറ്റ് കൊണ്ട് ആ വെള്ളം തുടച്ചു കളയും, ഡ്രസ് മാറും. പിന്നെ ഈ ആയുസിൽ നമ്മൾ സ്നാനപ്പെടുന്നില്ല. എന്നാൽ നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മേഘത്തിൻ കീഴിലായിരുന്നു എന്ന വാക്യം ഒന്ന് ശ്രദ്ധിക്കണ്ടേ? അപ്പം ആത്മസ്നാനം പ്രാപിച്ചു കഴിഞ്ഞ് തോർത്തിയച്ചങ്ങ് പോകാനൊക്കുകയില്ല. ഈ സ്നാനപ്പെട്ട ആ ആത്മാവിൽ തന്നെ മരണം വരെ ജീവിക്കണമെന്ന് മനസ്സിലാവുന്നുണ്ടോ? കൈകൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. എന്താന്ന് കാണിക്കാം. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 25-ാമത്തെ തിരുവചനം. ആത്മാവിനാൽ നാം
ജീവിക്കുന്നു എങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുക. ലിവിങ് ഇൻ ദ സ്പിരിറ്റ്. ആത്മാവിൽ ജീവിക്കുന്ന ഒരു കാര്യമല്ലേ അവിടെ പറഞ്ഞിരിക്കുന്നേ? ആത്മാവിൽ ആരാധിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. പക്ഷെ ആത്മാവിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അത് നമ്മള് മനസ്സിലാക്കിയേ പറ്റൂ. നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മേഘത്തിൻ കീഴിലായിരുന്നു. If we live by the Spirit, let us also walk by the Spirit. If we live by the Spirit, ആത്മാവിൽ ജീവിക്കുക. Recording stopped. ഇതൊരു ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യമല്ലേ? Recording in progress. എന്നെ ഒന്ന് നന്നായി ശ്രദ്ധിക്കണമേ. മത്സ്യം ജീവിക്കണമെങ്കിൽ എയർ കണ്ടീഷൻ വീട് പണിത് നല്ല മെത്ത മേടിച്ച് അതേ കിടത്തിയാൽ ജീവിക്കൂ. മത്സ്യം ജീവിക്കണമെങ്കിൽ അതിനൊരു ലിവിങ് അറ്റ്മോസ്ഫിയർ ഉണ്ട്. അത് വെള്ളമാണ്. മീനിനെ വെള്ളത്തിൽ നിന്ന് കരക്കിട്ടാൽ അത് കിടന്ന് ചാടും. സന്തോഷം കൊണ്ടല്ല, മരണവെപ്രാളം കൊണ്ടാണ്. ഉടനെ നിങ്ങൾ അതിന്റെ അടുത്തോട്ട് ചെന്നാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ഉടനെ നിങ്ങൾ അതിനെ തട്ടി വെള്ളത്തിലേക്ക് ഇടും. വെള്ളത്തിലേക്ക് ഇട്ടാൽ അതിന് ഭയങ്കര സന്തോഷമായി. എന്നാൽ അതുപോലെ തന്നെ മറ്റൊരു ഉദാഹരണം, നിങ്ങൾ ആ വെള്ളത്തിന്റെ അടുത്തൂടെ കുറച്ചുകൂടെ മുമ്പോട്ട് ചെന്നപ്പോ ഒരു പൂച്ചക്കുഞ്ഞ് വെള്ളത്തിന്റെ കരയ്ക്ക് നിൽക്കുന്നു. വല്ല മീനും കിട്ടുകയാണെങ്കിൽ തിന്നാന്നോർത്ത് നിങ്ങൾ അതിനെയും തട്ടി വെള്ളത്തിലേക്ക് ഇട്ടാലോ? കാരണം നേരത്തെ തട്ടിയിട്ടപ്പം സന്തോഷമായല്ലോ. ഇതിനെ തട്ടിയിട്ടാലോ? അത് അവിടെ കിടന്ന് വാവിട്ട് കരയും. എന്തിനാ എന്നോട് ഈ ദ്രോഹം ചെയ്തേ? പ്ലീസ് എന്നെ ഒന്ന് കരയ്ക്ക് കയറ്റ്. ഇവിടെ രണ്ട് ജീവിത സാഹചര്യം കണ്ടോ? പൂച്ചക്കുഞ്ഞിന് വെള്ളത്തിൽ ജീവിക്കാൻ പറ്റില്ല, മീനിന് കരയ്ക്ക് ജീവിക്കാൻ പറ്റില്ല. ഇനി മൂന്നാമത്തേത് ഞാനങ്ങ് പറയാതെ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം. പെന്തിക്കോസുകാരന് ആത്മാവിലല്ലാതെ ജീവിക്കാൻ പറ്റില്ല. പറ്റുമോ? പറ്റുന്നൊക്കെ ഉണ്ട്. അപ്പോഴാണ് നിങ്ങൾ വീണ്ടും ആ പുഴയുടെ സൈഡിൽ കൂടെ മുമ്പോട്ട് പോയപ്പോ ഒരു തവളയെ കണ്ടത്. ഉടനെ നിങ്ങൾ ഈ രണ്ട് അനുഭവം ഉണ്ട്. കാരണം തവളയോട് ചോദിക്കുക, കരയ്ക്കിരിക്കുകയാണോ വെള്ളത്തിലിരിക്കുകയാണോ താല്പര്യം? രണ്ടും ഒരുപോലെയാണോ? ഈ അവസ്ഥയിലായോ നമ്മൾ? ആത്മാവിലാണോ? അതെ. അല്ലേ? അല്ല, തമാശ അല്ല, ഗൗരവമേറിയ കാര്യമാണ്. അപ്പോൾ 4 ഗലാത്യർ 5:25 ആത്മാവിനാൽ if we live by the Spirit, let us also walk by the Spirit. ആത്മാവിൽ ജീവിക്കുക, ആത്മാവിൽ നടക്കുക. ഇതാണ് സ്പിരിറ്റ് കൺട്രോൾഡ് ലൈഫ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതിലേക്ക് ദൈവമേ എന്നെ നടത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.
ഇതല്ലേ 1 കൊരിന്ത്യർ 10:1 അർത്ഥം? നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മേഘത്തിൻ കീഴിലായിരുന്നു എന്ന് പറഞ്ഞാൽ അവരെല്ലാവരും മേഘത്തെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിച്ചിരുന്നു. ഇനി ഞാൻ വാക്യങ്ങൾ എടുക്കാതെ അങ്ങ് പറയാം. ഇന്നലെ പറഞ്ഞതുപോലെ മീറ്റിംഗ് കഴിഞ്ഞിട്ടൊന്ന് ഹോംവർക്ക് ചെയ്യുക. എന്നാലും 1-2 എണ്ണം കാണിക്കാം. സംഖ്യാപുസ്തകം 9-ാം അധ്യായം 15 മുതൽ ഒന്ന് നിർത്തി വായിച്ച് സഹായിക്കാം. തിരുനിവാസം നിവർത്തി നിർത്തിയ നാളിൽ മേഘം സാക്ഷ്യകൂടാരമെന്ന തിരുനിവാസത്തെ മൂടി. സന്ധ്യാസമയം തൊട്ട് രാവിലെ വരെ അത് തിരുനിവാസത്തിന്മേൽ അഗ്നിപ്രകാശം പോലെ ആയിരുന്നു. അത് എല്ലായ്പ്പോഴും അങ്ങനെ തന്നെ ആയിരുന്നു. പകൽ മേഘവും രാത്രി അഗ്നിരൂപവും അതിനെ മൂടിയിരുന്നു. മേഘം കൂടാരത്തിന്മേൽ നിന്ന് പൊങ്ങുമ്പോൾ ഇസ്രായേൽ മക്കൾ യാത്ര പുറപ്പെടും. മേഘം നിൽക്കുന്നിടത്ത് അവൻ പാളയമിറങ്ങും. യഹോവയുടെ കൽപ്പന പോലെ ഇസ്രായേൽ മക്കൾ യാത്രപ്പെടുകയും യഹോവയുടെ കൽപ്പന പോലെ പാളയമിറങ്ങുകയും ചെയ്തു. മേഘം തിരുനിവാസത്തിന്മേൽ നിൽക്കുമ്പോഴൊക്കെയും അവർ പാളയം അടിച്ച് താമസിക്കും. മേഘം തിരുനിവാസത്തിന്മേൽ എങ്കിൽ ഇസ്രായേൽ മക്കൾ യാത്ര പുറപ്പെടാതെ യഹോവയുടെ ആജ്ഞ കാത്തുകൊണ്ടിരിക്കും. ചിലപ്പോൾ മേഘം തിരുനിവാസത്തിന്മേൽ കുറെ നാൾ ഇരിക്കും. അപ്പോൾ അവർ യഹോവയുടെ കൽപ്പന പോലെ പാളയം ഇറങ്ങിയിരിക്കും. മതി. ഇത്ര നേരം കണ്ടതിൽ മേഘം എന്ന വാക്ക് എത്ര പ്രാവശ്യം ഉണ്ടെന്ന് പിന്നെ അടിവരെ ഇട്ടോണം. സംഖ്യാപുസ്തകം വായിക്കുമ്പോൾ മേഘം 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 എന്ന് കാണുന്നിടത്തൊക്കെ വരയിട്ടോണം. പഠിക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഈ മീറ്റിംഗ് വെച്ചത്. സ്നേഹത്തോടെ പറയട്ടെ, ഇസ്രായേൽ മക്കൾ ഡിപ്പെൻഡ് ചെയ്തത് എന്തിനെയാണ്? മേഘത്തെയാണ്. അവരുടെ യാത്രകളെ നിയന്ത്രിച്ചിരുന്നത് ഈ മേഘമാണ്. ഈ മേഘത്തിനൊരു പ്രത്യേകതയുണ്ട്. അത് 15-ാം വാക്യത്തിൽ പറയുന്നത്, സന്ധ്യയാകുമ്പോൾ അത് ലൈറ്റായി മാറും, വെട്ടം, അഗ്നിപ്രകാശം. ഒരൊറ്റ ബൾബ് അങ്ങ് ഇടുക ദൈവം 25 ലക്ഷം ജനത്തിന്. അത് എല്ലായ്പ്പോഴും അങ്ങനെ. പകൽ മേഘവും രാത്രി അഗ്നിരൂപവും. അപ്പൊ ക്ലൈമറ്റ് കൺട്രോളറാണത്. ദൈവമക്കളെ, പരിശുദ്ധാത്മ നിറവിൽ ജീവിച്ചാൽ എല്ലാ ക്ലൈമറ്റിലും ജീവിക്കാം. പരിശുദ്ധാത്മ നിറവിൽ ജീവിച്ചാൽ ഏത് സാഹചര്യത്തെയും അതിജീവിക്കാം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കാലാവസ്ഥ തീരുമാനിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. നമ്മുടെ കാലാവസ്ഥയെ തീരുമാനിക്കുന്നത് ഭരിക്കുന്ന ഗവൺമെന്റ് അല്ല, നമ്മളെ വിമർശിക്കുന്ന ആളുകളല്ല, നമ്മുടെ മേൽ വ്യാപരിക്കുന്ന ആത്മാവാണ്. ആത്മാവിന്റെ വലിയ നിറവും പ്രകാശനവും വന്നു കഴിയുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള ക്ലൈമറ്റ് മാറുമെന്ന്. അതിന്റെ തെളിവല്ലേ ഫിലിപ്പിയായിലെ ജയിലിൽ നമ്മൾ കാണുന്നത്.
ഫിലിപ്പിയായിലെ ജയിലിലേക്ക് വലിയ പരിശുദ്ധാത്മ ശക്തി ഇറങ്ങി വന്നപ്പോൾ എന്താ സംഭവിച്ചത്? അതുവരെ പ്രതികൂലമായിരുന്നവർ അവർക്ക് അനുകൂലമായി മാറുന്നു. അതുവരെ ബന്ധനമായിരുന്നത് അഴിഞ്ഞു പോകുന്നു. അവരെ റാസ്കൽ എന്ന് വിളിച്ചവര് ഇപ്പോൾ യജമാനനെ എന്ന് വിളിക്കാൻ തുടങ്ങുന്നു. ഈ ചേഞ്ച് വരുത്തിയത് ആരാണ്? ഈ മേഘമാണ്. പ്രൈസ് ദി ലോർഡ്. എല്ലായ്പ്പോഴും അത് അങ്ങനെയായിരുന്നു. മേഘം കൂടാരത്തിന്മേൽ നിന്ന് പൊങ്ങുമ്പോൾ ഇസ്രായേൽ മക്കൾ യാത്ര പുറപ്പെടും. മേഘം നിൽക്കുന്നിടത്ത് അവർ പാളയം ഇറങ്ങും. യഹോവയുടെ കൽപ്പന പോലെ ഇസ്രായേൽ മക്കൾ യാത്ര പുറപ്പെടുകയും യഹോവയുടെ കൽപ്പന പോലെ പാളയം ഇറങ്ങുകയും ചെയ്തു. യഹോവയുടെ കൽപ്പന എന്ന് പറഞ്ഞാൽ എന്താ? മേഘത്തിന്റെ മൂവ്മെന്റാ. അല്ലാതെ ദൈവം മൈക്കി കൂടെ പറയുന്നില്ല പൊക്കോ പുറപ്പെട്ടോ. റെയിൽവേ സ്റ്റേഷനിലാണെങ്കിൽ വണ്ടി പോകുന്നതിന് ഒരു മുന്നറിയിപ്പുണ്ട്, വരുന്നതിന് ഒരു മുന്നറിയിപ്പുണ്ട്. ഇത്രാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇത്രാം നമ്പർ ട്രെയിന് ഇന്ന സ്ഥലത്തേക്ക് പുറപ്പെടുന്നു എന്ന് അനൗൺസ് ചെയ്യും. എന്നാൽ 25 ലക്ഷം ജനങ്ങളുള്ള ഈ വലിയ സംഘത്തെ ഒരു അനൗൺസ്മെന്റ് ഇല്ലാതെ നയിക്കുകയാണ് ആര്? ഈ അഗ്നിസ്തംഭം, ഈ മേഘസ്തംഭം. അപ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ചെറിയ പിള്ളേരായാലും വലിയ പിള്ളേരായാലും ടീനേജേഴ്സ് ആയാലും കോളേജിൽ പഠിക്കുന്നവരാണെങ്കിലും റിസർച്ച് ചെയ്യുന്നവരാണെങ്കിലും മേഘത്തെ നോക്കി നിന്നോണം. മേഘം പൊങ്ങുമ്പോൾ ഡ്രസ് മാറിയില്ലെങ്കിൽ പിന്നെ പോകാൻ പറ്റിയല്ല. ഇനി ഇതിന് ഒരു ടൈം ടേബിൾ ഇല്ല. അതാ വേറൊരു പ്രശ്നം. ടൈം ടേബിൾ ഇല്ല. പത്തൊമ്പതാം വാക്യം, മേഘം തിരുനിവാസത്തിന്മേൽ ഏറെ നാൾ ഇരുന്നു എങ്കിൽ ഇസ്രായേൽ മക്കൾ യാത്ര പുറപ്പെടാതെ യഹോവയുടെ ആജ്ഞ കാത്തുകൊണ്ടിരിക്കും. ശ്രദ്ധിക്കുന്നുണ്ടോ? ഇങ്ങനെ ജീവിക്കാൻ പറ്റുമോ? ഏകദേശം ഒരു ഐഡിയ പറയണ്ടേ? അടുത്ത ആഴ്ച പോകും, അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞേ പോവുള്ളൂ. അങ്ങനെ ഒരു ഐഡിയ കിട്ടുകയാണെങ്കിൽ ഒന്ന് നീണ്ടു നൂർന്ന് കിടക്കായിരുന്നു. ഒരു ഫ്രീഡം ഇല്ലെന്നേ. ഒന്നിറങ്ങിപ്പോയെങ്കിൽ സംഗതി പോയി. അപ്പൊ എപ്പോഴും ഇവർ ഈ മേഘത്തിലാണ് ഇവരുടെ ശ്രദ്ധ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതാണ് 1 കൊരിന്ത്യർ 10:1. നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മേഘത്തിൻ കീഴിലായിരുന്നു. അതല്ലേ പുതിയ നിയമത്തിലെ പരിശുദ്ധാത്മ സ്നാനം? അല്ല എന്ന അഭിപ്രായമുള്ള ആരെങ്കിലും ഉണ്ടോ? എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതങ്ങ് വായിച്ചു കളഞ്ഞേരെ. പുതിയ നിയമ വിശ്വാസിക്ക് 2 സ്നാനം. 1 ജലസ്നാനം, 2 ആത്മസ്നാനം. ജലസ്നാനം 10 മിനിറ്റ് കൊണ്ട് പൂർത്തിയാകും. ആത്മസ്നാനം ആജീവനാന്തം കണ്ടിന്യൂ ചെയ്യും. മേഘത്തിൽ സ്നാനമേറ്റാൽ പിന്നെ പുറത്തേക്ക് വരുന്നില്ല, മേഘത്തിൽ തന്നെ. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മേഘത്തിൻ കീഴിലായിരുന്നു. അപ്പൊ ആത്മസ്നാനം നമ്മെ ആത്മാവിലാക്കുകയാണ്, മുക്കിപ്പൊക്കി വിടുകയല്ല, അതിനകത്തങ്ങ് കെട്ടിയിടുവാണ്. കെട്ടിയിടുക എന്നുള്ള പദം അറിയാതെ ഉപയോഗിച്ചതല്ല. പൗലോസ് അപ്പോസ്തലൻ ഒരു പ്രാവശ്യം പറയുന്നുണ്ട്, ഞാൻ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായി യെരൂശലേമിലേക്ക് പോകുന്നു. ബന്ധനമൊക്കെ അഴിക്കുന്നതിന് കുഴപ്പമില്ല, ഇത് അഴിക്കരുത്.
സ്തോത്രം, 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 സ്തോത്രം. അപ്പോൾ ആത്മാവിലാകുക എന്നൊക്കെ പറഞ്ഞാൽ എന്തുവാ? ആത്മാവിലാകുക എന്ന് പറഞ്ഞാൽ പാട്ട് പാടുമ്പോൾ കൈകൊട്ടുന്ന കാര്യമാണോ? അങ്ങനെയാ പലരും ധരിച്ചു വെച്ചിരിക്കുന്നു. നമുക്ക് അതിൽ നിന്നെല്ലാം പുറത്തു വരണം. നമ്മുടെ യൗവനക്കാരെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരണം. നമ്മുടെ പിതാക്കന്മാർ മേഘത്തിന് കീഴിലായിരുന്നു. ചിലപ്പോ ഒരാഴ്ച, ചിലപ്പോ ഒരു ദിവസം, ചിലപ്പോ ഒരു മാസം ഒക്കെ ഈ മേഘം അവിടെ തന്നെ നിൽക്കും. അപ്പൊ അവരവിടെ തന്നെ തുടരും. അത് കഴിഞ്ഞ് മേഘം പോകും. അപ്പോ അവരെ കുറ്റിയും കയറും അടിച്ചു പോവും. ഇതുപോലെ ആത്മനടത്തിപ്പിൽ ജീവിക്കണം പെന്തക്കോസ്തുകാര്. അത് നമ്മുടെ ഭാഷ പറഞ്ഞതേ ഉള്ളൂ. ക്രിസ്ത്യാനിയുടെ ലൈഫ് സ്റ്റൈലായി പറയുന്നു. ആത്മാവിൽ ജീവിക്കണം. ഇതിനെയാണ് സ്പിരിറ്റ് കൺട്രോൾഡ് ക്രിസ്ത്യൻ ലൈഫ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ പഴയ നിയമത്തിൽ ഒന്ന് തൊട്ടെന്നേ ഉള്ളൂ. പുതിയ നിയമത്തിലോട്ട് പോകാം. ആത്മാവിൽ നയിക്കപ്പെടുക. ഇന്നലെ വായിച്ച ലൂക്കോസ് 4:1 ഒക്കെ ഓർമ്മയുണ്ടല്ലോ. നമുക്ക് അവിടേക്ക് ഒന്നുകൂടി ഒന്ന് വരാം. ലൂക്കോസ് 4:1. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടുമടങ്ങി. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. പിശാച് അവനെ 40 ദിവസം പരീക്ഷിച്ചു കൊണ്ടിരുന്നു. മതി. നമ്മൾ ഇന്നലെ 3 വാക്കുകൾ അവിടെ കണ്ടു. ഫിൽഡ് വിത്ത് ഹോളി സ്പിരിറ്റ് ആൻഡ് കൺട്രോൾഡ് ബൈ ദ ഹോളി സ്പിരിറ്റ് ആൻഡ് ലെഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. നിറഞ്ഞാൽ മാത്രമേ കൺട്രോളിംഗ് ഉള്ളൂ. കൺട്രോളിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ നടത്തിപ്പുള്ളൂ. നിറവില്ലെങ്കിൽ നിയന്ത്രണമില്ല. നിങ്ങൾ എന്റെ കൂടെ വരണേ പ്ലീസ്. നിറവും നിയന്ത്രണവും, അതിലേക്കാണ് ഇനിയും പോണത്. നിറവും നിയന്ത്രണവും. അതിന് എഫേസ്യർ 5 16-17. ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളുവീൻ. ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവീൻ. ഓക്കെ, അപ്പൊ കർത്താവിന്റെ ഇഷ്ടം എന്നാന്ന് നമുക്കൊന്ന് ഗ്രഹിക്കാം. റെഡിയാണോ എല്ലാവരും? എങ്കിൽ അടുത്ത വാക്യം വായിച്ചു. കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവീൻ. വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനു വേണ്ടി സ്തോത്രം ചെയ്തുകൊള്ളുവീൻ. ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പറ്റിരിപ്പീൻ. ദൈവ ഇഷ്ടം എന്താണെന്ന് മനസ്സിലായോ? ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടം എന്നാന്ന് ഗ്രഹിച്ചോളൂ. എന്താ കർത്താവിന്റെ ഇഷ്ടം? ഞാൻ ഈ വാക്യങ്ങൾ ഈ കഴിഞ്ഞ 3 വർഷമായിട്ട് ധ്യാനിക്കുന്ന ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് ഞാൻ അങ്ങ് ഷോർട്ട് കട്ടായിട്ട് പറയുകയാണ്. ഒരു മനുഷ്യൻ വീഞ്ഞു കുടിച്ച് വീഞ്ഞിനാൽ കൺട്രോൾ ചെയ്യപ്പെടുന്നത് പോലെ നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ കൺട്രോൾ ആകണം. അങ്ങനെ തന്നെയാണ് അതിന്റെ അർത്ഥം. കാരണം വിശ്വാസികൾ കള്ളു കുടിക്കരുത് എന്ന് പറയുന്ന ഒരു പോർഷൻ അല്ലത്. നോ,
ആ പോർഷൻ എന്ന് പറയുന്നത് ദൈവമക്കളുടെ ഏറ്റവും ഹയർ ലെവലാ. സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടുള്ള ജ്ഞാനികളായിട്ടത്ര നടക്കാൻ നോക്കുകയും ഇങ്ങനെ ആത്മീയ ഉയർച്ചയുടെ കാര്യങ്ങൾ പറഞ്ഞു വരുന്നതിനിടയ്ക്ക് കുടിക്കരുത് എന്ന് പറയാനല്ല വന്നത്. നിങ്ങൾ ലഹരി പിടിക്കണം. അത് മദ്യം കൊണ്ടല്ല, ആത്മാവ് കൊണ്ട്. ഇങ്ങനെ വേണേ നമുക്ക് എഴുതാം. വീഞ്ഞു കുടിച്ചല്ല നിങ്ങൾ മത്തരാകേണ്ടത്, ആത്മാവ് നിറഞ്ഞാണ് മത്തരാകേണ്ടത്. ആ വ്യാഖ്യാനം ശരിയാണോ പാസ്റ്ററേ? നമുക്കൊന്ന് നോക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 12-13. എല്ലാവരും ഭ്രമിച്ചു, ചഞ്ചലിച്ചു. ഇത് എന്തായിരിക്കുമെന്ന് തമ്മിൽ തമ്മിൽ പറഞ്ഞു. ഇവർ പുതുവീഞ്ഞ് കുടിച്ചിരിക്കുന്നുവെന്ന് മറ്റു ചിലർ പരിഹസിച്ചു പറഞ്ഞു. അതെന്താ അങ്ങനെ തോന്നിയേ? വീഞ്ഞു കുടിച്ച് മത്തരായവരിൽ കാണുന്നത് പോലെയുള്ള ചില കാര്യങ്ങൾ പെന്തക്കോസ്ത് നാളിൽ അവിടെ ഇരുന്ന് ദൈവത്തെ സ്തുതിച്ച ആളുകളിൽ പബ്ലിക് കണ്ടു. ക്ലിയർ അല്ലേ? അതെ. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഞാൻ നിങ്ങളോട് ചോദിച്ചാൽ ഉത്തരം പറയാൻ പറ്റുകയല്ല. എന്നാലും ഞാൻ ചോദിക്കുക, വീഞ്ഞു കുടിക്കുന്നവരെ കണ്ടിട്ടുണ്ടോ? കുടിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ മോശമല്ല, ഞാൻ ചോദിക്കുന്നില്ല. സൂമിലൂടെ ആകുമ്പോൾ അത് ഒന്നാമതെ ആൾക്കാരെ ക്ലിയർ ആയിട്ട് അധികം പേരെ കാണാൻ വേല. ഇവിടെയൊക്കെയാണ് ഞാൻ ചോദിക്കും. കാരണം കഴിഞ്ഞ മാസം വരെയും കുടിച്ചു വെച്ച് വിശ്വാസി വന്നവരുണ്ട്. 10 കൊല്ലം 20 കൊല്ലം 30 കൊല്ലം ഒക്കെ മുക്കുടിയന്മാരായിരുന്ന ഒരു വിശ്വാസി വന്ന് ഞാൻ സ്ഥാനപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അവരോട് ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ ചോദിച്ചൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. അവര് പറയുന്നത് ഈ കുടിക്കുന്ന സാധനം നമ്മളെ കൺട്രോൾ ചെയ്യുന്നത് നല്ലോണം കുടിക്കുമ്പോഴാണ്. അല്ലാതെ ഒരു ഇച്ചിരി രുചി നോക്കിയാലൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ കുടിച്ചോളാനല്ല ഞാൻ പറഞ്ഞത്. ഈ ചില ആളുകള് വഴിയെ നടന്നു വരുമ്പോഴേ റോഡിന് വീതി പോരാത്ത പോലെ പോണ കണ്ടിട്ടുണ്ടോ? ഇടത്ത് വശത്തൂടെ നടന്നിട്ട് വലത്ത് വശത്തേക്ക് കയറിയിട്ട് വീണ്ടും ഇടത്തോട്ട് മാറും. അപ്പൊ ഞാൻ ഈ സ്കൂട്ടറിലോ കാറിലോ ഒക്കെ പോകുമ്പോ പറയും, മക്കളെ, അവനാള് പിടിവിട്ടാണ് വരുന്നത്, ഒരു സൈഡ് മാറ്റി നിർത്തിക്കൂ, അവൻ ഇതേ വന്ന് കയറും, നമ്മുടെ യാത്ര മുടങ്ങും. അവൻ മനഃപൂർവ്വമല്ല, അവനെ ഇപ്പോൾ കൺട്രോൾ ചെയ്യുന്നത് ആൽക്കഹോളാണ്. എന്റെ പൗലോസേ, ഇതെന്തോ എഴുതി വെച്ചിരിക്കുന്നേ? അതെ, ആൽക്കഹോൾ കൺട്രോൾഡ് ആയ ഒരു മനുഷ്യനെ പോലെ നിങ്ങളാകരുത്. അങ്ങനെ ആയാൽ എന്തുണ്ടാവും? ദുർനടപ്പുണ്ടാവും. ദുർനടപ്പുണ്ടാകുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ദുർനടപ്പ് മാത്രമല്ല, വഴി മാറിപ്പോകുന്ന വഴിമാറിപ്പോവും. എന്നാൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞാലോ സങ്കീർത്തനങ്ങൾ, സ്തുതികൾ, ആത്മീയഗീതങ്ങൾ, പ്രബോധനങ്ങൾ, അന്യോന്യം കീഴ്പ്പെടൽ. മനസ്സിലായോ? അപ്പോ ഒരൽപ്പം വീഞ്ഞു കുടിക്കുന്ന ആള് അത് അവന്റെ ഉദരത്തിലേക്ക് ചെല്ലുന്നു. 10-15 മിനിറ്റ് കഴിയുമ്പോൾ അത് അവന്റെ തലച്ചോറിനെ ബാധിക്കുന്നു. അത് അവന്റെ കണ്ണുകളിൽ ഇരുട്ട് കയറുന്നു. അവന്റെ കൈകളെ ബാധിക്കുന്നു, കാലുകളെ ബാധിക്കുന്നു. കേരളത്തിലെ കാര്യം ഞാൻ പറയാം. ഇവർക്ക് ആ സമയത്ത് ഭയങ്കര സ്നേഹ. ഇവർ ഈ കൂടെ കുടിക്കുന്നവരെ കെട്ടിപ്പിടിക്കും.
സ്കൂളിൽ പോകാൻ യൂണിഫോം ഇല്ലെന്ന് പറഞ്ഞാൽ 100 രൂപ കൊടുക്കുകയില്ല. അതേ സമയത്ത് 500 രൂപയുടെ വിസ്കി മേടിച്ചു കൊടുക്കും. നീ കുടിയടാ, നീ കുടിച്ച് നന്നാവാനാ പറയും. ഭയങ്കര സ്നേഹ. ഇന്നാൾ ഒരു പുള്ളി പോസ്റ്റേ കെട്ടിപ്പിടിച്ച് നിൽക്കുക. എത്ര നാളായി കണ്ടിട്ടെന്നാ ചോദിക്കുന്നത്. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നാട്ടിലൊക്കെ വരുമ്പം കാണാൻ ഇവര് പാട്ട് പാടും. കുടിച്ചേച്ച് വരുമ്പം പാട്ട്, അങ്ങോട്ട് പോകുമ്പോൾ പാട്ടില്ല, മിണ്ടാതെ തലയും കുലിച്ചു പോണയാളെ. എനിക്ക് എന്റെ വീടിന്റെ പടിക്കക്കൂടി ഒരു പുള്ളി സ്ഥിരമുണ്ട്. തിരിച്ചു വരുമ്പോ ഒരു മൂളിപ്പാട്ടുണ്ട്. അതിൽ മിക്കവാറും പേര് പാടുന്ന പാട്ടാണ് എന്തതിശയമേ ദൈവത്തിന് സ്നേഹം. ആ പാട്ടൂടെ നശിപ്പിച്ചു. എന്തിനാ ഞാനിതൊക്കെ പറയുന്നേ? ആത്മാവിൽ നിറഞ്ഞ പാട്ട് വരും. എവിടുന്ന് വരും? അകത്തുനിന്ന് വരും. അകത്തുനിന്ന് വരും. പാടിപ്പാടി കുഴയല, പാടിക്കൊണ്ടേയിരിക്കും. ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടേലും പാടും, ഇല്ലേലും പാടും. പൗലോസ് ഒരു പാട്ടുകാരനാണെന്ന് എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടോ? ഇല്ല. ജയിലിൽ ചെന്നപ്പോ പാടി. വെളിയിൽ അധികം പാടിയതായിട്ട് കേട്ടിട്ടില്ല. കാരണം വലിയ 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 പാട്ടുകാർ കളിയാക്കുകയല്ലേ. ജയിലിലാകുമ്പോൾ ആരും കേൾക്കുകയല്ലോ. പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു. ചങ്ങല പൊട്ടിയെന്നേ ആൾക്കാര് അഭിപ്രായം പറഞ്ഞില്ല എന്നുള്ളതല്ല. വെൽ ഡൺ, ബ്യൂട്ടിഫുൾ, യേശുദാസിനെ പോലെയുണ്ട്. ഇതൊന്നിനും അല്ല നമ്മൾ പാടുന്നേ. നമ്മൾ പാടിയാൽ ചിലത് പൊട്ടണം. നമ്മൾ പാടിയാൽ ചിലത് തുറക്കണം. നമ്മൾ പാടിയാൽ ചിലത് തകരണം. Praise the Lord. നമുക്കിവിടെ സംഗീത അഭ്യാസമൊന്നുമല്ല. നമ്മൾ ഇത് വലിയ ആത്മാവിന്റെ യുദ്ധമാണ്. ഒറ്റയ്ക്ക് വീട്ടിലിരുന്ന് പാടിക്കോ, ട്യൂണൊന്നും നോക്കണ്ട. ചെറിയ ചെറിയ ഇൻസ്ട്രുമെന്റ്, വലിയ താളം ഇല്ലാത്തതൊക്കെ മേടിച്ചു വെക്കണം. എന്നിട്ട് തന്നെ അങ്ങ് കൊട്ടി പാടണമെന്നേ. ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി, ലോക്ക്ഡൗൺ വന്നാലും നമ്മുടെ ആരാധന മുടങ്ങുകയില്ല. ലോക്ക്ഡൗൺ വന്നാൽ പിന്നെ മീറ്റിംഗ് കൂടുക ചെയ്ത്, കുറയല്ല ചെയ്ത്. ഇപ്പൊ ഞങ്ങളുടെ സഭായോഗം നടന്നുകൊണ്ടിരിക്കുക. അവിടെ ഒരു മെസ്സേജ് കൊടുത്തേച്ച് എനിക്ക് ബോംബെ വരാൻ പറ്റി. കോവിഡ് ഇല്ലേ, പറ്റുമോ? അതുകൊണ്ട് നമ്മുടെ ക്ലൈമറ്റ് നിയന്ത്രിക്കുന്നത് കോവിഡ് അല്ല, ഹോളി സ്പിരിറ്റ് ആണ്. എന്റെ സഹോദരങ്ങളെ, ഇങ്ങനെ ഒരു കാര്യം ഉണ്ട് കേട്ടോ, ഉണ്ട്. മദ്യം ഒരു മനുഷ്യനെ നിയന്ത്രിക്കുന്നത് പോലെ ഹോളി സ്പിരിറ്റ് ഒരു മനുഷ്യനെ നിയന്ത്രിക്കും. അങ്ങനത്തെ ഒരു അനുഭവത്തിലേക്ക് വരണം, 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 വരണം. അങ്ങനത്തെ ഒരു അനുഭവത്തിന് വേണ്ടി കൊതിക്കണം. അങ്ങനത്തെ ഒരു അനുഭവത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, ഏൽപ്പിച്ചു കൊടുക്കണം. എന്റെ ശരീരത്തെ മുഴുവനായിട്ട് ആത്മാവ് നിയന്ത്രിക്കുന്ന ഒരു അനുഭവം, എന്റെ മനസ്സിനെ, എന്റെ ചിന്തയെ, എന്റെ കൈകളെ, എന്റെ കാലുകളെ, എന്റെ നാവിനെ മുഴുവനായിട്ട് പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കുന്ന ഒരു അനുഭവം എനിക്ക് തരണം കർത്താവേ എന്ന് എത്ര പേര് പ്രാർത്ഥിക്കുന്നു രാത്രി? ഗ്ലോറി, 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 ഗ്ലോറി. കരങ്ങൾ അടിച്ച് ചില മിനിറ്റുകൾ പ്രാർത്ഥനയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. എന്റെ കർത്താവേ, ഇന്ന് രാത്രി ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല, പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവ് അവരുടെ മേൽ ഇറങ്ങി വരണമേ. കോർന്നല്യോസിന്റെ വീട്ടിൽ വന്നതുപോലെ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയേറിയ പ്രവാഹം ഇന്ന് രാത്രി വചനം കേൾക്കുന്നവരുടെ മേൽ അയക്കണമേ. Glory to God. അപ്പോൾ സ്പിരിറ്റ് കൺട്രോൾ ലൈഫിനെ കുറിച്ച് നാം കാണുന്നത് ഇപ്രകാരമാണ്. ആത്മാവ് നിറഞ്ഞവരായി നാം മത്തരാകണം.
അതെങ്ങനെയാണ്, അതെന്താണ്? നമുക്കത് ഉണർവും വേണം, അപ്പൊ തന്നെ പഠനവും വേണമല്ലോ. സ്പിരിറ്റ് കൺട്രോൾഡ് ലൈഫ്. നമുക്കൊന്ന് പുതിയ നിയമത്തിലോട്ട് പോകാം. നാളെ കൂടിയേ ക്ലാസ് ഉള്ളൂ. പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയണമല്ലോ. അപ്പോസ്തല പ്രവൃത്തികളിലേക്ക് കയറാം. ആത്മ നിയന്ത്രിത ജീവിതം നയിച്ച ഒരാളെ നമുക്ക് ഇന്ന് നോക്കാം. ഒരാളെ അപ്പോസ്തല പ്രവൃത്തികൾ 8-ാം അധ്യായം 26-ാം വാക്യം. അനന്തരം കർത്താവിന്റെ ദൂതൻ ഫിലിപ്പോസിനോട്, നീ എഴുന്നേറ്റ് തെക്കോട്ട് യെരുശലേമിൽ നിന്ന് ഗസയ്ക്കുള്ള നിർജ്ജനമായ വഴിയിലേക്ക് പോക എന്ന് പറഞ്ഞു. മതി. നമ്മളൊക്കെ വായിച്ചിട്ടുണ്ട്, പക്ഷെ ചിന്തിച്ചിട്ടുണ്ടോ എങ്ങനെ പറഞ്ഞു? കർത്താവിന്റെ ദൂതൻ ഫിലിപ്പോസിനോട് എങ്ങനെ പറഞ്ഞു? ഏത് ഭാഷയിൽ പറഞ്ഞു? ആ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയായിരുന്നു? അറിയില്ല, അല്ലേ? അറിയില്ല. ഓക്കെ, ഇനി നമ്മൾ ഇച്ചിരിയുടെ മുമ്പോട്ട് ചെല്ലുമ്പോ 29 വായിച്ചാട്ടെ. ആത്മാവ് ഫിലിപ്പോസിനോട്, നീ അടുത്ത് ചെന്ന് തേരിനോട് ചേർന്ന് നടക്ക എന്ന് പറഞ്ഞു. മുകളിൽ പറഞ്ഞു ദൂതൻ പറഞ്ഞെന്ന്, ഇവിടെ പറയുന്നു ആത്മാവ് പറഞ്ഞെന്ന്. ഞാൻ വിശ്വസിക്കുന്നു രണ്ടും ഹോളി സ്പിരിറ്റ് തന്നെയാണ്. സംഭവങ്ങളെല്ലാം നടന്ന് നാളുകൾക്ക് ശേഷം ലൂക്കോസ് എന്ന ചരിത്രകാരൻ എഴുതുകയാണ്, ഫിലിപ്പോസിനെ ഒരാൾ ഇങ്ങനെ കൊണ്ടുപോവുക. നമുക്ക് ഒരു പ്രസ്ബിറ്ററി ഉണ്ട്, കൗൺസിലുണ്ട്, അവരൊക്കെയാ നമ്മളെ അയക്കുന്നത്. അത് നല്ലതാ. പക്ഷേ ആത്മനിറവുള്ള ദൈവദാസന്മാർക്കറിയാം, പ്രസ്ബിറ്ററി ഇത് അയക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഉള്ളിൽ ആത്മാവ് ഒരു ബോധ്യം തന്നിട്ടുണ്ട്, മോനെ നിനക്ക് മേഘം പൊങ്ങി തുടങ്ങിയെന്ന്. അതൊക്കെ അറിയാന്നേ, അതൊക്കെ അറിയാം. പ്രാർത്ഥനയോടെ മുമ്പോട്ട് പോകുന്നവർക്ക് അറിയാം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ എങ്ങനെ പറഞ്ഞു? ആത്മാവ് ഫിലിപ്പോസിനോട് എന്ത് പറഞ്ഞു? നീ അടുത്ത് ചെന്ന് തേരിനോട് ചേർന്ന് നടക്കുക. ഇതിനെ ഇങ്ങനെ വിളിക്കാം, സ്പിരിറ്റ് ടു സ്പിരിറ്റ് കമ്മ്യൂണിക്കേഷൻ. ആത്മാവ് ആത്മാവിനോട് ഇടപെടുക, നമ്മുടെ ആത്മാവിനോട് പരിശുദ്ധാത്മാവ് ഇടപെടുക. ഓക്കെ, ഇനി ശ്രദ്ധിച്ചോണം. ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ ഞാനിപ്പോ നിങ്ങളോട് പ്രസംഗിക്കുമ്പോൾ മലയാളം നിഘണ്ടുവിലെ ഏറ്റവും കാഠിന്യമേറിയ പദങ്ങൾ എടുത്ത് ഉപയോഗിച്ചാൽ ഞാനൊരു നല്ല ഭാഷാ പണ്ഡിതനാണെന്ന് സർട്ടിഫിക്കറ്റ് കിട്ടും. പക്ഷെ നിങ്ങൾക്കൊന്നും മനസ്സിലാകുകയില്ല. അത് കാരണം ഏറ്റവും ലളിതമായ ഭാഷയിൽ പറയാനായിട്ടാണ് ഞാൻ പലപ്പോഴും ശ്രമിക്കുന്നത്. എന്നാ പണ്ട് അങ്ങനെയല്ലായിരുന്നു. പണ്ട് കഠിനമായ ഭാഷകളൊക്കെ ഞാൻ ഇങ്ങനെ പഠിക്കാൻ ശ്രമിക്കുമായിരുന്നു. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ ഒരു നിറവ് വന്നപ്പോഴാണ് ആ കാര്യം പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ ഞാൻ തീരുമാനിച്ചത്. അതൊക്കെ വിട്, നമ്മുടെ വിഷയം. ഫിലിപ്പോസിന് ഇത് മനസ്സിലായോ? പരിശുദ്ധാത്മാവ് പറഞ്ഞത് മനസ്സിലായോ? 30-ാമത്തെ വാക്യം. ഫിലിപ്പോസ് ഓടി ചെല്ലുമ്പോൾ മതി. ഫിലിപ്പോസിനോട് പറഞ്ഞെന്തുവാ? തേരിനോട് ചേർന്ന് നടക്കാനാണ്. പുള്ളിക്കാരൻ എന്നെ എടുക്കുക, ഓടുക. അപ്പൊ മനസ്സിലായോ? ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആയി ഇവര് തമ്മില്. നിങ്ങൾക്ക് വല്ലതും മനസ്സിലാവുന്നുണ്ടോ?
നമുക്ക് ഏറ്റവും അടുപ്പമുള്ളവരോടാണെങ്കിൽ ഭാഷ വേണ്ട. ഇന്റിമസി വർദ്ധിക്കുമ്പോൾ ലാംഗ്വേജ് ആവശ്യമില്ല. ശരിയാണോ? വളരെ സ്നേഹമുള്ളവർ തമ്മിലാവുമ്പോ ഒത്തിരി വർത്താനം പറയണ്ട, ചുമ്മാ കൈ കൊണ്ട് കാണിച്ചാൽ മതി. ഇപ്പൊ എന്നെ ഭക്ഷണം കഴിക്കാനായിട്ട് ഭാര്യ വന്നിട്ട് നമുക്കൊരല്പം ഭക്ഷണം കഴിച്ചാലോ ചായ, അങ്ങനെയാണോ വിളിക്കുന്നത്? ആണോ? അത് ഞാൻ ഡെന്നി പാസ്റ്റർ എവിടെ വരുമ്പോ അങ്ങനെ വിളിക്കും. അതും ആദ്യത്തെ ഒരു ദിവസമേ വിളിക്കുള്ളൂ, പിന്നെ ഞാൻ ചോദിച്ചങ്ങ് മേടിക്കും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഇരിക്കുന്ന പലരുടെയും വീടുകളിൽ ഞാൻ വന്നിട്ടുണ്ട്. സന്തോഷ് പാസ്റ്റർ ഉണ്ട്, അദ്ദേഹത്തിന്റെ വീട്ടിൽ താമസിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഔപചാരികതയൊക്കെ അതിഥികൾക്കേ ഉള്ളൂ. നീ തേരിനോട് ചേർന്ന് നടക്കാൻ പറഞ്ഞപ്പോ നടക്കണോ ഓടണോ, നടക്കണോ ഓടണോ, ഇതൊന്നും അല്ല, ഒരു ഒറ്റ ഓട്ടമാണ്. എന്തൊരു ഇന്റിമസിയാന്ന് നോക്കിയേ. ഇതല്ലേ നമുക്ക് നഷ്ടപ്പെട്ടത് പോയ പ്രിയപ്പെട്ടവരെ? ഇതല്ലേ നമുക്ക് തിരിച്ചു വരേണ്ടത്? ഇതല്ലേ നമ്മുടെ ക്ലാസിന്റെ പേര്, സ്പിരിറ്റ് കൺട്രോൾഡ് ലൈഫ്. ആത്മനടത്തിപ്പല്ലേ ഈ ജീവിതത്തിൽ ഏറ്റവും വലുത്. നമ്മൾ ഇനി ഇച്ചിരൂടെ കഴിയുമ്പോ ഉണ്ടല്ലോ, ഇച്ചിരൂടെ കഴിയുമ്പോഴേ കിടപ്പിലാവും അല്ലേ? കഴിഞ്ഞ ദിവസം 70 വയസ്സുള്ള ഒരു മനുഷ്യൻ കല്യാണം കഴിച്ചു. പുള്ളി കണ്ട അങ്ങനെ തോന്നുകയല്ല കേട്ടോ. നല്ല സൂട്ടൊക്കെ ഇട്ട്, പുള്ളിയുടെ ഭാര്യ നല്ലൊരു ബിസിനസ് ലേഡിയാണ്. അപ്പൊ അവരോട് അതൊരു വലിയ വാർത്തയായിരുന്നു. അപ്പം അവരോട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. പുള്ളി പറഞ്ഞു, ഭയാനകമായൊരു വാർദ്ധക്യം ഞാൻ മുമ്പിൽ കാണുന്നു. അത് കേട്ടപ്പം അതൊരു സംഭവം തന്നെയാണല്ലോ എന്ന് ഞാനും ഓർത്തു. ഭയാനകമായൊരു വാർദ്ധക്യം മുമ്പിൽ കാണുന്നു. ആരുണ്ട് കൂടെ നിൽക്കാൻ? അതുകൊണ്ട് ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ വെറുതെ അടി കൂടണ്ട കേട്ടോ. നിങ്ങൾ രണ്ടുപേരെ കാണുള്ളൂ. ബാക്കിയൊക്കെ ആസ്ട്രേലിയയ്ക്കും പിന്നെ അയർലൻഡിനും ഒക്കെ പോവും. പിന്നെ അവര് വേണമെങ്കിൽ ഫോണിൽ കൂടെ വിളിച്ചൊരു കരച്ചിലൊക്കെ കരയും, അത്രേ ഉള്ളൂ. പിന്നെ ഇന്നത്തെ കാലം ആയതുകൊണ്ട് ബർത്ത്ഡേക്ക് വേണമെങ്കിൽ അവര് ഫോണിൽ കൂടെ വിളിച്ച് കേക്കൊക്കെ വീട്ടിലെത്തിക്കും. ഹാപ്പി ബർത്ത്ഡേ പാടുന്ന കാർഡ് അയച്ചു തരും. കാർഡ് തുറക്കുമ്പം പാട്ട് പാടും. ഇതുകൊണ്ട് വല്ലതും കാര്യമുണ്ടോ? എന്തൊരു ഇന്റിമസിയാ നമുക്ക്. 24 hours ഇങ്ങനെ ഹോളി സ്പിരിറ്റുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ കിട്ടുമായിരുന്നു, നല്ലതല്ലായിരുന്നു? അതല്ലേ, അല്ലാതെ ചുമ്മാ ഈ ഡ്രമ്മ് കൊട്ടി പാടാൻ മാത്രമാണോ അഭിഷേകം? അയ്യോ, അത് ഭയങ്കര പൊട്ട ധാരണയാണേ. അതാണ് നമ്മുടെ ഏറ്റവും വലിയ അപകടം എന്ന് ഞാൻ വിചാരിക്കുക. ആത്മനിറവ് വരണോ, പാട്ട് പാടണം. ആത്മനിറവ് വന്നാ പാടും, വരാൻ പാടണോ? അല്ല, അറിയാഞ്ഞിട്ട് ചോദിക്കുക. പ്രൈസ് ദി ലോർഡ്. പാട്ടിന് ഞാൻ എതിരല്ല, ഞാൻ പാട്ടിന്റെ ആളാ. എനിക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ രാവിലെ ഒരു 3-4 പാട്ട് വെക്കും ഇവിടെ ഉറക്കെ. ഞാൻ താമസിക്കുന്ന ആദ്യം ആൾപ്പാർപ്പില്ലാത്ത സ്ഥലത്താണ്. താങ്ക് യു ജീസസ്. ഞാൻ ബോംബെ വന്നപ്പോ പഴയ പാട്ടൊക്കെ പാടിയ ഒരു അച്ചായനായിരിക്കുന്നതെന്ന് തോന്നുന്നു, CM വർഗീസ് അച്ചായൻ അല്ലേ? അതെ. പാട്ടൊക്കെ പാടുന്നവര് വലിയ ഇഷ്ടമാണ്. അതെല്ലാം ഒരു വശം. ഞാൻ പറയുന്നത്, ആത്മനിറവെന്ന് പറയുന്നത് പാട്ടില്ലേലും നടക്കണം, പാട്ടുണ്ടേലും നടക്കണം, പാട്ടില്ലേലും നടക്കണം. അതും പോട്ടെന്നേ, ഇപ്പോഴത്തെ പിള്ളേർക്ക് കീബോർഡ് ഉണ്ടേലേ ഈ സംഭവം വരുള്ളൂ. അപ്പൊ അഭിഷേകം കീബോർഡിനകത്താണോ ഇരിക്കുന്നത്? ഒരു 25 കൊല്ലം മുമ്പ് ഇത് ഡ്രമ്മിനകത്തായിരുന്നു. കുമ്പനായിട്ട് മാത്രം കിട്ടുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ഡ്രമ്മ്. വേറെ എങ്ങും അത് അധികം കിട്ടുകയില്ല. ഞാൻ കാണിക്കാം, നിങ്ങളെ കാണിക്കാം. നമ്മളിപ്പം
നമ്മുടെ ഫിലിപ്പോസിന്റെ കൂടെയാ. ഓക്കെ, ഫിലിപ്പോസ് എന്ത് ചെയ്യുമായിരുന്നു? ഫിലിപ്പോസ് എന്ത് ചെയ്യുകയായിരുന്നു? ഫിലിപ്പോസ് 8-ാം അധ്യായം 4, 5, 6, 7 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ഫിലിപ്പോസ് ശമരിയയിലെത്തുന്നു. അറിയാവുന്ന പോലെ പ്രസംഗിക്കുന്നു. ഓർഡൈൻഡ് പാസ്റ്റർ അല്ല. 6-ാം അധ്യായം എടുത്തേ. 6-ന്റെ 3, 4, 5 വായിക്കാമോ? ആകയാൽ സഹോദരന്മാരെ, ആത്മാവും ജ്ഞാനവും നിറഞ്ഞ് നല്ല സാക്ഷ്യമുള്ള 7 പുരുഷന്മാരെ നിങ്ങളിൽ തന്നെ തിരിഞ്ഞുകൊള്ളുവിൻ. അവരെ ഈ വേലയ്ക്ക് ആക്കാം. ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കുമെന്ന് പറഞ്ഞു. ഈ വാക്ക് കൂട്ടത്തിനൊക്കെയും ബോധ്യമായി. വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞ പുരുഷനായ സ്തെഫാനോസ്, ഫിലിപ്പോസ്. മതി. നമുക്ക് നമ്മുടെ ആളെ കിട്ടി. സ്തെഫാനോസും ഫിലിപ്പോസും നമ്പർ 1, നമ്പർ 2 ഇവർ രണ്ടുപേരും പാസ്റ്റർമാരായി. കമ്മിറ്റിയിലേക്ക് എടുത്തതാ. ഫുഡ് കമ്മിറ്റിയിലോട്ട് എടുത്താ. ഫുഡ് കമ്മിറ്റി. പക്ഷെ ആ കാലത്ത് ഫുഡ് കമ്മിറ്റിയിൽ എടുക്കണമെങ്കിൽ അഭിഷേകം പ്രാപിച്ചവരെ എടുക്കത്തു. അഭിഷേകം പ്രാപിച്ചവര് ബിരിയാണിയൊക്കെ വിളമ്പുകയാണ്. എന്നാ ടേസ്റ്റാന്ന് പറയും. പക്ഷെ അവര് ശ്രദ്ധിക്കണം, അവരതിനകത്ത് ഒതുങ്ങിയില്ല. നീ ഒതുങ്ങരുത്. നിന്റെ മേലുള്ള അഭിഷേകത്തിന്റെ ഫ്രീഡത്തിൽ വിടണം. നിന്നെ അഭിഷേകം ചെയ്തത് ജസ്റ്റ് ചപ്പാത്തി ഉണ്ടാക്കാനല്ലെന്ന്. ഇപ്പോൾ ആയിരിക്കുന്ന സ്ഥലത്ത് ഒതുങ്ങിക്കൂടാൻ പ്ലാൻ വേണ്ട. ഇന്ന് രാത്രി പ്രാർത്ഥിക്കണം. പുതിയൊരു അഭിഷേകത്തിലേക്ക് നയിക്കപ്പെടണം. ഇതിലും വലിയ കാര്യങ്ങൾ ചെയ്യാൻ ദൈവം എന്നെ വിളിച്ചിരിക്കുന്നു എന്ന് നിന്നോട് തന്നെ നീ പറയണം. ഗ്ലോറി 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 ഗ്ലോറി. ഇവിടം കൊണ്ട് തീരുന്നതല്ല എന്റെ അഭിഷേകം. പ്രൈസ് ദി ലോർഡ്. സ്തെഫാനോസ് എന്ത് ചെയ്തു? കൃപയും ശക്തിയും നിറഞ്ഞവനായി ജനത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. ശുശ്രൂഷയെ കത്തി ജ്വലിക്കാൻ തുടങ്ങി. ഫിലിപ്പോസ് എന്ത് ചെയ്തു? ശമരിയയിലോട്ട് മൂവ് ചെയ്തു. പ്രസംഗിച്ചു. 6-ാം വാക്യം, 7-ാം വാക്യം, 8-ാം വാക്യം വായിച്ചു. 8-ന്റെ 6, 7, 8. ഫിലിപ്പോസ് ചെയ്ത അടയാളങ്ങളെ പുരുഷാരങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യാൻ അവർ പറയുന്നത് ഏക മനസ്സോട് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അശുദ്ധാത്മാക്കൾ ബാധിച്ച പലരിൽ നിന്നും അവ ഉറക്ക നിലവിളിച്ചുകൊണ്ട് പുറപ്പെട്ടു. അനേക പക്ഷപാതക്കാരും ഉടന്തരും സൗഖ്യം പ്രാപിച്ചു. അങ്ങനെ ആ പട്ടണത്തിൽ വളരെ സന്തോഷമുണ്ടായി. അപ്പൊ നമ്മുടെ ശുശ്രൂഷയിൽ ഇതെല്ലാം വേണ്ടേ? ഇതെല്ലാം വേണമെന്ന് നമുക്കൊന്ന് പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കാൻ മേലേ? ഇതല്ലേ പെന്തക്കോസ്ത് എന്ന് പറയുന്നത്. ഇങ്ങനെയല്ലേ നമ്മൾ തുടങ്ങിയത്? ഇപ്പൊ ഇത് നിന്ന് പോയെന്നുള്ള പഠിപ്പിക്കലോട്ട് പോവാണോ? നിന്ന് പോകുമെന്നുള്ളത് സത്യ. കാരണം ഇപ്പൊ പലയിടത്തും നിന്ന് പോയല്ലോ. എന്തുകൊണ്ടാ നിന്ന് പോണേ? ജ്വലിപ്പിക്കാത്തതുകൊണ്ട്. ആത്മാവിനെ കെടുക്കരുത്, കൃപാവരം ജ്വലിപ്പിക്കുകയും. ജ്വലിപ്പിക്കാത്ത സഭ, കെടുത്തുന്ന കമ്മിറ്റി, ഇത് രണ്ടും ഉണ്ടെങ്കിൽ പിന്നെ നിന്ന് പൊക്കോളും.
അങ്ങനെ 2 തലമുറ കഴിയുമ്പോൾ ഈ ഒരു സംഭവമേ ഇല്ലാത്തൊരു ഒരു സംഘടനയായി അത് പതിക്കുന്നു. ആത്മാവിൽ ആരാധിക്കാൻ സ്വാതന്ത്ര്യം കൊടുക്കാത്ത ഒത്തിരി സഭകളുണ്ടെന്നേ. ഞാൻ എനിക്ക് തന്ന അധികാരത്തിൽ പറയുന്നു, കമ്മിറ്റിക്കാരെ കേട്ടുകൊള്ളുക, ഒരാത്മനിറവിലേക്ക് സഭ പോവുകയാണെങ്കിൽ നിങ്ങൾ തടയരുത്. ഒരാത്മനിറവിലേക്ക് നിങ്ങളുടെ കുട്ടികൾ മൂവ് ചെയ്യുകയാണെങ്കിൽ തടയരുത്. ഞങ്ങൾ ഒരു ദിവസം സഭായോഗം ആരംഭിക്കുമ്പോൾ ആത്മനിറവിനെ കുറിച്ച് എന്നെ പഠിപ്പിച്ചോണ്ടിരിക്കുക. ഒരു ദിവസം സഭായോഗം ആരംഭിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയതാ. പ്രാർത്ഥിച്ചല്ലേ ആരംഭിക്കുന്നത്. പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോ ജനം ആത്മാവിലായി. പിന്നെ 3 പേരുടെ പ്രാർത്ഥന, പിന്നെ 2 സഹോദരന്മാരും 1 സഹോദരിയും പ്രാർത്ഥിക്കുക. പിന്നെ സങ്കീർത്തനം ഒന്നും നടന്നില്ല. ചടങ്ങുകളെല്ലാം അട്ടിമറിച്ചു. ആത്മാവിന്റെ വലിയ വ്യാപാരം ഉണ്ടായി. പല കുട്ടികളും അഭിഷേകം പ്രാപിച്ചു. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾക്ക് മടക്കി തരണമേ കർത്താവേ എന്ന് നിലവിളിക്ക്. പീഡനങ്ങളൊന്നും വിഷയമല്ല ആത്മനിറവുണ്ടെങ്കിൽ. ഈ ആത്മനിറവിലേക്ക് വന്നാൽ പിന്നെ മരിക്കാൻ ഭയമില്ല. അതാ ഏറ്റവും വലിയ ഗുണം. മരിക്കാനുള്ള ഭയം അങ്ങ് പോകും. സ്തേഫാനോസിനെ കല്ലെറിയുമ്പോ സ്തേഫാനോസ് ആത്മാവിൽ നിറഞ്ഞു നമ്മൾ വായിച്ചിട്ടില്ലേ? താങ്ക് യു ജീസസ്, ഹല്ലേലൂയ. കർത്താവേ, വചനം പറയുമ്പോൾ ദൈവജനത്തിന്റെ ഉള്ളിൽ വലിയ ദാഹം ഉണ്ടാകണമേ, വലിയ ചലനം ഉണ്ടാകണമേ, വലിയ നിറവുണ്ടാകണമേ. വലിയൊരു ആത്മശക്തിയുടെ ചലനം ബോംബെയിൽ, മഹാരാഷ്ട്രയിൽ ശക്തിയോടെ കാറ്റുപോലെ വീശി അടിക്കുവാൻ കൊടിയ കാറ്റടിക്കണമേ. ഫിലിപ്പോസ് ഫുഡ് കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടെങ്കിലും പതുക്കെ വചനം പറയാൻ തുടങ്ങി, കൃപാവരങ്ങൾ ഓപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങി, ഭൂതശാന്തി ശുശ്രൂഷ ചെയ്യാൻ തുടങ്ങി. പിന്നെയുള്ളതൊക്കെ നിങ്ങൾ ഹോംവർക്ക് ചെയ്യുക. 9 മുതൽ 13 വരെ ഒരു മന്ത്രവാദിയുടെ കേസ് കെട്ടാണ്. ഇത്രയായി കഴിഞ്ഞപ്പോ കേന്ദ്രത്തിൽ ചെന്ന് പത്രോസിനെ കൊണ്ടുവരികയാണ്. കാരണം ഭയങ്കര റിവൈവൽ നടക്കുകയാന്നേ. ഫുഡ് കമ്മിറ്റിയിലെ ആളാ നടത്തുന്നേ, ഓർഡേഡ് പാസ്റ്റർ അല്ല. പെട്ടെന്ന് ചെന്ന് അപ്പച്ചനെ വിളിച്ചോണ്ട് വന്നു, ജനറൽ പ്രസിഡന്റിനെ. അല്ലേ, പത്രോസായിരിക്കുകയല്ലേ പ്രസിഡന്റ്? എന്റെ രൂപം വെച്ച് പറഞ്ഞതാ. വിളിച്ചോണ്ട് വന്നു. നമ്മൾ ഇന്നൊരാളെ കാത്തിരിപ്പിയോ നടത്താൻ വിളിക്കുകയാണെങ്കിൽ ആരെ വിളിക്കും? ജനറൽ പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, സ്റ്റേറ്റ് പ്രസിഡന്റ് വല്ലതും വിളിക്കുവോ? ഇല്ല. പിന്നെ ആരെ വിളിക്കുന്നേ? അത് തീരെ പാവപ്പെട്ടവരാ ചെയ്യുന്നത്, അല്ലേ? അങ്ങനെയല്ലേ ഇപ്പോഴത്തെ ഒരു സ്റ്റാൻഡേർഡ്? കാത്തിരിപ്പോ നടത്തുന്നവരെ പറ്റി ഒരു മതിപ്പില്ല. എന്താ ശുശ്രൂഷ? ഞാന് കാത്തിരിപ്പോ അല്ലേ, സഭാ ചാർജ് കിട്ടിയില്ല അല്ലേ, ഇങ്ങനെയൊക്കെ ചോദിക്കുകയെന്ന് ഉള്ളതും കൂടെ ഇല്ലാണ്ടാക്കുക. ഒരു കാത്തിരിപ്പോ നടത്താൻ ആരെ കിട്ടും? അല്ല വല്ലവരും ഉണ്ടേ ഒന്ന് പറയണേ. ആ കാലത്ത് പൗലോസും പത്രോസും ഒക്കെ ഈ ശുശ്രൂഷ ചെയ്തോണ്ടിരുന്നത്. പൗലോസ് എഫേസോസിൽ ചെന്നപ്പോ ഒരു 12 പിള്ളേരെ കണ്ടു. അവരെ കണ്ട വഴി ചോദിച്ചു, കല്യാണം കഴിച്ചതാണോ എന്നല്ല ചോദിച്ചേ, അഭിഷേകം പ്രാപിച്ചാണോ എന്നാ ചോദിച്ചത്. അവര് പറഞ്ഞു, അയ്യോ അങ്ങനെ ഒരു കാര്യം കേട്ടിട്ടില്ലല്ലോ. അത് കേൾക്കാൻ സാധ്യതയില്ലാത്ത കൂട്ടായ്മയിലായിരുന്നു. ബാപ്റ്റിസ്റ്റ് പോലെയുള്ള ഒരു ഇടപാടിനകത്തായിരുന്നു. നല്ല വചന നിശ്ചയമുണ്ട്, പക്ഷെ ആത്മനിറവില്ല. സത്യമാ, തെളിയിക്കാവുന്ന കാര്യങ്ങളായി പറയുന്നു. ഉടനെ പൗലോസ് പറഞ്ഞു, എന്നാ പിന്നെ മുട്ടുകുത്ത, ഇത് കഴിഞ്ഞിട്ട് മതി ബാക്കി കാര്യം. ഉണ്ടോ? പ്രയോറിറ്റി ഉണ്ടോ? ഉടനെ പൗലോസ് ഡയറി എടുത്തിട്ട് കാത്തിരിപ്പോ നടത്തുന്ന ഉപദേശിമാരുണ്ടോ എന്നൊന്ന് നോക്കട്ടെ കേട്ടോ മോനെ എന്നാണോ പറഞ്ഞേ? പൗലോസ് പറഞ്ഞു, മുട്ടുകുത്ത് മക്കളെ. 12 ചെറുപ്പക്കാരും മുട്ടുകുത്തി. പൗലോസേ
മോസ്റ്റ് റവറന്റ് ഡോക്ടർ പോള് തലയിലോട്ട് കൈവച്ചു, 12 പേര് അഭിഷേകം പ്രാപിച്ചു. വൈ ഡോണ്ട് യു? എന്തുകൊണ്ട് നമുക്ക് കഴിയില്ല? മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കളുടെ ശിരസിന്മേൽ കൈവച്ച് പ്രാർത്ഥിക്ക്, അവർ ചെറുപ്പത്തിൽ തന്നെ അഭിഷേകം പ്രാപിക്കട്ടെ. എല്ലാ ബന്ധനങ്ങളും വഴിയും ഞാൻ ഉറപ്പു തരാം. മറുപടി കിട്ടാതെ കിടക്കുന്ന പ്രാർത്ഥനയ്ക്ക് മറുപടി വരും, ഞാൻ ഉറപ്പു പറയാം. പിശാച് ലോക്കിട്ട് വെച്ചിരിക്കുന്ന ചില വിഷയങ്ങളുടെ ലോക്ക് ഇന്ന് രാത്രി അഴിഞ്ഞു മാറും. കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. പരിശുദ്ധാത്മാവിന് ഫ്രീഡം കൊടുത്താട്ടെ, ദൈവത്തിന്റെ ആത്മാവിന് സ്വാതന്ത്ര്യം കൊടുത്താട്ടെ, ദൈവത്തിന്റെ ആത്മാവിന് ഇടപെടാൻ അവസരം കൊടുത്താട്ടെ. നിങ്ങളുടെ വീടുകളിൽ, നിങ്ങളുടെ ശരീരത്തിൽ, നിങ്ങളുടെ മക്കളിൽ, നിങ്ങളുടെ കുടുംബത്തിനകത്ത് ആത്മാവിന്റെ പരിവർത്തനത്തിന് വിട്ടുകൊടുത്താട്ടെ, സ്വാതന്ത്ര്യം കൊടുത്താട്ടെ. അങ്ങനെ ഫിലിപ്പോസ് കേന്ദ്രത്തിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുവന്നു. നമ്മുടെ മന്ത്രവാദി സഹോദരന് വേണ്ടി പ്രാർത്ഥിച്ചു. പുള്ളിക്കാരന് ഭയങ്കരമായ ഒരു തട്ടിപ്പ് പാർട്ടിയായിരുന്നു. ഈ തട്ടിപ്പ് പാർട്ടികൾ സ്നാനപ്പെട്ട സഭയിൽ വരും. ഇപ്പോഴും ഉണ്ട്, അന്നും ഉണ്ട്. ഈ പുള്ളി കാശുണ്ടാക്കാനാണ് ഇതിനകത്ത് വന്നത്. മന്ത്രവാദത്തെക്കാൾ നല്ല പണിയാ ഇതെന്ന് പുള്ളിക്ക് തോന്നി. പതിമൂന്നാം വാക്യം നോക്കിയാൽ ആ പുള്ളിയുടെ സ്വഭാവം നമുക്ക് പിടി കിട്ടും. 13-ാമത്തെ വാക്യം വായിച്ചു 8-ന്റെ. ശിമോൻ താനും വിശ്വസിച്ചു, സ്നാനമേറ്റ് ഫിലിപ്പോസിനോട് ചേർന്നു നിന്നു. വലിയ വീര്യപ്രവൃത്തികളും അടയാളങ്ങളും നടക്കുന്നത് കണ്ട് ഭ്രമിച്ചു. അപ്പൊ ഞാൻ എൻ്റെ ഒരു ഭാഷ പറയുക, ഇത് പുള്ളി പ്രാർത്ഥിക്കുമ്പോൾ കണ്ണു തുറന്നു നിൽക്കുക, അനുഭവിക്കുകയല്ല. ഈ നടക്കുന്നതെല്ലാം കണ്ട് അന്തം വിടുക. ശരിക്കും ഗുണപ്പെട്ടിട്ടില്ല, സാധനപ്പെട്ടതേ ഉള്ളൂ. എങ്ങനെയാ മനസ്സിലാക്കുന്നേ? കുറച്ചുകൂടെ കഴിഞ്ഞ് മുമ്പോട്ട് വരുമ്പോൾ 18-ഉം 19-ഉം വായിച്ചേ. അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ച അപ്പോസ്തലന്മാർ കൈവച്ചതിനാൽ പരിശുദ്ധാത്മാവ് ലഭിച്ചത് ശിമോൻ കണ്ടാറെ അവർക്ക് ദ്രവ്യം കൊണ്ടുവന്നു. ഞാൻ ഒരുത്തന്റെ മേൽ കൈവച്ചാൽ അവന് പരിശുദ്ധാത്മാവ് ലഭിപ്പാൻ തക്കവണ്ണം ഈ അധികാരം എനിക്കും തരണമെന്ന് പറഞ്ഞു. ഇപ്പൊ മനസ്സിലായോ സ്വഭാവം? ആത്മീയ ശുശ്രൂഷകളെ കാശ് കൊടുത്ത് കൈ സ്വന്തമാക്കുന്ന പരിപാടി. സഭയെ വിലക്കെടുക്കുക, കാശ് മുടക്കി സ്ഥാനമാനങ്ങൾ തട്ടിയെടുക്കുക. ഞാൻ കൈവെപ്പ് ശുശ്രൂഷ ചെയ്യാനായിട്ട് എന്നെ ആക്കി വെക്കണം, കാശ് തരാമെന്ന്. ഞാൻ കൈവെക്കുമ്പോഴും ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ചലനം ഉണ്ടാവണം. പാവം, അതിനറിയില്ലായിരുന്നു. പൗലോസ് ശാസിച്ചു, ആ കവർ എന്റെ പൊന്നുമോൻ ആ ബാഗിലോട്ട് തന്നെ അങ്ങ് വെച്ചേക്കാൻ പറഞ്ഞു. അപ്പൊ നമ്മുടെ വിഷയം ഇങ്ങനെ തീ കത്തുന്ന ഉണർവ് ഫിലിപ്പിയായിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ, വാക്യം 26. അനന്തരം കർത്താവിന്റെ ദൂതൻ ഫിലിപ്പോസിനോട്, നീ എഴുന്നേറ്റ് തെക്കോട്ട് യെരൂശലേമിൽ നിന്ന് ഗസയ്ക്കുള്ള നിർജ്ജനമായ വഴിയിലേക്ക് പോക എന്ന് പറഞ്ഞു. കണ്ടോ? അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഫിലിപ്പോസ് ക്രൗഡ് കോൺഷ്യസ് ആണോ, സ്പിരിറ്റ് കോൺഷ്യസ് ആണോ? അതാണ് മനസ്സിലാക്കേണ്ടത്. അല്ല, ഇവിടെ 100 പേര് എന്റെ ഭാഗത്തുണ്ട്, 100 അല്ല 150 ഉണ്ടായാലും പരിശുദ്ധാത്മാവിന്റെ ഭാഗത്തുണ്ടോ?
ഫിലിപ്പോസിനോട് ശമരി എന്നൊരു ട്രാൻസ്ഫർ ആകാൻ ആരും പറയത്തില്ല. കാരണം അതുപോലെ വിടുതൽ നടന്നുകൊണ്ടിരിക്കുക, മന്ത്രവാദി വരെ കൂടപ്പെട്ടിരിക്കുക. പിന്നെയാണെങ്കിൽ പത്രോസ് വന്ന് വേണ്ടതെല്ലാം ഒരു എന്നാ പറയുക, ഒരു അംഗീകാരവും കൊടുത്തു. ഇത്രയായപ്പോ പരിശുദ്ധാത്മാവ് പറയുക ട്രാൻസ്ഫർ. നമ്മളിപ്പോ അതിന്റെ ഒന്നും അർത്ഥത്തിലേക്കൊന്നും പോകണ്ട, ഇത്ര എടുത്താൽ മതി. ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഫിലിപ്പോസ്, ഇത്ര പറയാൻ വന്നത്. ഇതാ ദൂത്. ഫുഡ് കമ്മിറ്റിയിലോട്ട് എടുത്തു. കാരണം ആത്മനിറവ് ഉള്ളതുകൊണ്ടാണ് എടുത്തത്. അവിടെ നിന്നപ്പോൾ ആ ആത്മനിറവ് ഇങ്ങനെ കത്തി ജ്വലിക്കാൻ തുടങ്ങി. അപ്പോൾ ശുശ്രൂഷകൾ ചെയ്യാൻ തുടങ്ങി, രോഗികൾ സൗഖ്യമാകാൻ തുടങ്ങി, ഭൂതങ്ങൾ വിട്ടുപോകാൻ തുടങ്ങി, ശമരിയിൽ ഉണർവുണ്ടായി. പെട്ടെന്ന് മന്ത്രിയെ സ്നാനപ്പെടുത്താനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ദൈവം കൊണ്ടുവന്നു. കണ്ടോ? ദൈവം അവസരങ്ങൾ ഒരുക്കും സഹോദരങ്ങളെ, ദൈവം അവസരങ്ങൾ ഒരുക്കും. ഫിലിപ്പോസ് പരിശുദ്ധാത്മാവിനോട് അടുത്തു നിന്നു, പരിശുദ്ധാത്മാവിന്റെ ഭാഷ അറിഞ്ഞു നിന്നു, ആത്മ നടത്തി പറഞ്ഞു നിന്നു. സ്പിരിറ്റ് കൺട്രോൾഡ് ലൈഫാണ് ഫിലിപ്പോസ് നയിച്ചത്. ഇത് പറയാനാണ് ഇതിലെല്ലാം പോയത്. സ്തോത്രം, 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 സ്തോത്രം. ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഫിലിപ്പോസ്. ഇതാ ഫിലിപ്പിയയിലെ ഉണർവിയോഗം നടത്തിക്കൊണ്ടിരുന്ന മനുഷ്യൻ ഇപ്പോൾ പേഴ്സണൽ ഇവാഞ്ചലിസം നടത്തുകയാണ്. കാത്തിരിപ്പ് യോഗങ്ങളും ഉണർവ് യോഗങ്ങളും ക്രൂസൈഡുകളും നടത്തിക്കൊണ്ടിരുന്ന ഫിലിപ്പോസ് ഇപ്പോൾ പേഴ്സണൽ ഇവാഞ്ചലിസം നടത്തുകയാണ്. എന്താ കാര്യം? ആത്മാവ് പറഞ്ഞു. അങ്ങനെ നമ്മുടെ മന്ത്രിയുടെ വണ്ടിയെ കയറിയിരുന്നു, കർത്താവിനെ കുറിച്ച് പറഞ്ഞു പോകുന്ന വഴിയിൽ മന്ത്രി സ്നാനപ്പെടാൻ വില്ലിങ് ആണെന്ന് പറഞ്ഞു. ഫിലിപ്പോസ് ഡ്രസ് എടുത്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അങ്ങനത്തെ ഒരു യാത്രയായിരുന്നു അത്. പെട്ടെന്ന് അങ്ങ് പോവുമായിരുന്നു, ഒന്നും നോക്കാതെ ഇറങ്ങി സ്നാനപ്പെടുത്തി. മന്ത്രിക്ക് ഡ്രസ്സ് മാറാനുള്ള സൗകര്യങ്ങൾ കാണും, കാരണം പുള്ളി ഒരു ടൂറല്ലേ, ഒത്തിരി നീണ്ട യാത്രക്കാരന്. എന്നാൽ ദൈവദാസനെ ദൈവം സംരക്ഷിച്ചു. നമ്മൾ വായിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, വാക്യം 38, 39. അങ്ങനെ അവൻ തേർ നിർത്തുവാൻ കൽപ്പിച്ചു. ഫിലിപ്പോസും ഷണ്ണനും ഇരുവരും വെള്ളത്തിൽ ഇറങ്ങി. അവൻ അവനെ സ്നാനം കഴിപ്പിച്ചു. അവർ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ കർത്താവിന്റെ ആത്മാവ് ഫിലിപ്പോസിനെ എടുത്തുകൊണ്ടുപോയി. ഷണ്ണൻ അവനെ പിന്നെ കണ്ടില്ല. മതി, ആത്മാവ് എടുത്തോണ്ട് പോയി. ഞാൻ ഇതിനെ മറ്റൊരർത്ഥത്തിൽ പറയട്ടെ. നമ്മൾ ഇവിടെ ആത്മാവിനെ അനുസരിച്ച്, ആത്മാവിന്റെ ശബ്ദം കേട്ട് ആത്മാവുമായിട്ട് ഭയങ്കര ഇന്റിമേറ്റ് ആയിട്ട് ഇങ്ങനെ പോകാമെങ്കിൽ ഒടുവിൽ ആത്മാവും കൊണ്ടുപോയിക്കോളൂ. എന്റെ ദൈവമേ, ഈ മനുഷ്യനെ ഒന്ന് എടുക്കണേ എന്നും പറഞ്ഞ് ആരും പ്രാർത്ഥിക്കാതെ തന്നെ അങ്ങ് പൊക്കോളായിരുന്നു. വാസ്തവത്തിൽ നമുക്ക് ഇവിടുന്ന് ഒന്ന് പോകണ്ടേ? ഇങ്ങോട്ട് വന്ന പോലെ ഈസി ആയിട്ട് അങ്ങോട്ട് പോകാൻ പറ്റുകയില്ല. ഈ റിട്ടേൺ ടിക്കറ്റ് ഭയങ്കര ബുദ്ധിമുട്ടാന്നാ പറയുന്നത്. ഒത്തിരി പേര് ടിക്കറ്റിന് ക്യൂവിലുണ്ട്. നമ്മളിങ്ങനെ ഫോൺ വിളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കാൻ പറയുന്നത് എന്നാന്നറിയോ? ആരെയും കഷ്ടപ്പെടുത്താതെ ഒന്നങ്ങ് പോയാൽ മതിയെ. പക്ഷെ എന്തോ ചെയ്യാൻ, അതിന് മാത്രം നമുക്ക് പ്രാർത്ഥിക്കാൻ ഒക്കുകയല്ല. താവേ നിന്റെ ദാസി അങ്ങ് എടുത്തോണേന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? പറ്റുകയില്ല.
എന്നാ ചില സമയത്ത് പ്രാർത്ഥിച്ചിട്ടുമുണ്ട്. ഒരു 10 കൊല്ലം മുമ്പ് വയനാട്ടിൽ നിന്ന് ഒരു സഹോദരി വിളിച്ചു. പാസ്റ്റർക്ക് എൻ്റെ ഡാഡിയെ അറിയാമല്ലോ. ഞാൻ പറഞ്ഞു എനിക്ക് നന്നായിട്ട് അറിയാം. ഡാഡിയുടെ പ്രായം അറിയാമല്ലോ. ഞാൻ പറഞ്ഞ അറിയാം. ഡാഡി ഒത്തിരി നാളായിട്ട് കിടപ്പാണ്. ഇപ്പോഴത്തെ അവസ്ഥ വളരെ കഠിനമാണ്, കണ്ടു നിൽക്കാൻ മേല. ഒന്ന് പ്രാർത്ഥിക്കാവോ? പ്രിയപ്പെട്ടവരെ, ഞാന് വളരെ വേദനയോടെ പ്രാർത്ഥിച്ചു ഫോണിൽ കൂടെ. കർത്താവേ, എൻ്റെ ദാസന്റെ ആയുസ്സും ശുശ്രൂഷയും തീർന്നെങ്കിൽ ഈ കഷ്ടതയിൽ നിന്നൊന്ന് വിടുവിക്കണേ എന്ന് പ്രാർത്ഥിച്ചു. രാവിലെ ഫോൺ വിളിച്ചു, അപ്പച്ചൻ ഡാഡി വീട്ടിൽ പോയെന്ന് പറഞ്ഞു. ഞാൻ നിങ്ങളോട് ഹൃദയം തുറന്ന് പറയുക, നമുക്ക് പോണ്ടേ ഇവിടുന്ന്. ഫിലിപ്പോസിനെ ആത്മാവ് എടുത്തോണ്ടുപോയി. ഇവിടെ ഇതിനകത്ത് ഇന്നത്തെ ക്ലാസ്സിൽ ഏറ്റവും പ്രധാന ഭാഗമായിട്ട് എനിക്ക് പറയാനുള്ള എന്നാണെന്നറിയോ? ഇന്റിമസി, പരിശുദ്ധാത്മാവായിട്ടുള്ള അടുപ്പം. അല്ലാതെ ഈ നമ്മളീ പറയുന്ന ആ ബഹളം മാത്രമൊന്നും അല്ല. അതെല്ലാം ഉണ്ട്, അതൊന്നും ഞാൻ അതിനൊന്നും എതിരല്ല. പക്ഷെ ആ ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും എല്ലാം ആത്മാവിലൊരു ബന്ധമുണ്ടല്ലോ. ആത്മനിറവിൻ ജീവിതം, ആത്മനിയന്ത്രിത ജീവിതം. ഫിലിപ്പോസിനെ നിയന്ത്രിക്കുന്നത് ആരാ? ശമരിയയിലെ വിശ്വാസികളല്ല. ഫിലിപ്പോസിനെ നിയന്ത്രിക്കുന്നത് ശമരിയയിൽ ഒരു ഉണർവുണ്ടായി, സത്യം. വലിയ വലിയ ആൾക്കാർ വിശ്വാസി വന്നു, സത്യം. പക്ഷെ അവരൊന്നും അല്ല ഫിലിപ്പോസിനെ കൺട്രോൾ ചെയ്യുന്നത്. ഫിലിപ്പോസിനെ കൺട്രോൾ ചെയ്യുന്നത് ഹോളി സ്പിരിറ്റ് ആണ്. അങ്ങനെ ഒരു ജീവിതം സാധ്യമാകുമോ? ഹല്ലേലൂയ. ഇതാണ് നമ്മൾ സംഖ്യാപുസ്തകത്തിൽ കണ്ടത്. മേഘം അവരെ നിയന്ത്രിച്ചു, മേഘം അവരെ നയിച്ചു. അതാണ് നമ്മൾ ഇന്നലെ കണ്ടത്. ഫിൽഡ് വിത്ത് full of Holy Spirit, controlled by the Holy Spirit, led by the Holy Spirit. നിറയുക, നിയന്ത്രിക്കപ്പെടുക, നയിക്കുക. അതിന് ഒരു ഉത്തമ ഉദാഹരണം, 2 ഉദാഹരണം. ഒന്ന്, ഇസ്രായേൽ മക്കളുടെ മേഘത്തിന്റെ കീഴിലെ യാത്ര. 2, ഫിലിപ്പോസിന്റെ ആത്മനിറവിലെ യാത്ര. നമുക്കൊന്ന് കർത്താവിനോടൊന്ന് പ്രാർത്ഥിക്കാം. ഇത് സാധ്യമാകുമോ ഈ കാലഘട്ടത്തിൽ? സാധ്യമാകും. ഉത്തരവാദിത്വത്തോടെ, വിനയത്തോടെ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങൾ അപേക്ഷിക്കുന്നു, മനുഷ്യരോടൊക്കെയുള്ള ബന്ധത്തെക്കാൾ ദൈവദാസന്മാരോടൊക്കെ ബന്ധമുണ്ട്. അതിനേക്കാൾ എല്ലാം ഉപരിയായി പരിശുദ്ധാത്മാവുമായിട്ട് കുറച്ചുകൂടി ഒരു അടുപ്പം, ഫ്രണ്ട്ഷിപ്പ്, ഫെലോഷിപ്പ്, ഇന്റിമസി ഒന്നുണ്ടായിട്ട് അതിൽ തന്നെ യാത്ര ചെയ്യാനായിട്ട് കൊതിയോടെ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ നിയന്ത്രിക്കണമേ. വീഞ്ഞു കുടിച്ച് മത്തരാകുന്നവരെ മദ്യം നിയന്ത്രിക്കുന്നു, എന്നാൽ അത് ദുർനടപ്പുണ്ടാക്കും. എന്നാൽ ആത്മാവ് നിറഞ്ഞാൽ ആത്മാവ് നയിക്കും. അപ്പോൾ ദൈവത്തിന്റെ വഴിയിലും ദൈവത്തിന്റെ ശുശ്രൂഷയിലും ദൈവത്തിന്റെ പദ്ധതിയിലും മുന്നേറാൻ സാധിക്കും. ഇതിനായിട്ട് ഞങ്ങളെ ഏൽപ്പിക്കുന്നു. ഇന്ന് ഈ വചനം കേട്ടവർക്ക് ഈ ഒരു ആഴമേറിയ പരിവർത്തനം വരുത്തണമേ. യേശുവിൻ നാമത്തിൽ തന്നെ.